മാന്യപ്രേക്ഷകരെ, എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ BDS ഗവൺമെൻറ് വീണ്ടും കേരളത്തിനെ ഞെട്ടിച്ചുകൊണ്ട് IAS ഓഫീസർമാരായിരുന്ന B. അശോകിൻ്റെയും N. പ്രശാന്തിൻ്റെയും സസ്പെൻഷൻ പിൻവലിച്ച് കൊണ്ട് ഉത്തരവായിരിക്കുന്നു. ഗവൺമെൻറ്റിനെതിരെ ശബ്ദിച്ച സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ഗവൺമെൻറ് മാറ്റി നിർത്തിക്കൊണ്ട് ഒരുപാട് ദ്രോഹം ചെയ്ത് സസ്പെൻഷന് വേണ്ടിയിട്ടുള്ള എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തു ഉള്ള കാരണം കാണിക്കൽ നോട്ടീസ് എത്ര പ്രാവശ്യം കൊടുത്താലും തിരിച്ച് ഉദ്യോഗത്തിൽ കയറ്റാതെ സത്യസന്ധതയും കൃത്യതയുമുള്ള ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിക്കൊണ്ട് അത് അവർ പൊതുജനങ്ങളുടെ മുൻപിൽ വിളിച്ചു പറഞ്ഞു എന്നുള്ള കാരണത്താൽ, സത്യം തുറന്നു പറഞ്ഞു എന്നുള്ള കാരണത്താൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഗവൺമെൻറ്റിനെതിരായി പ്രവർത്തിച്ചു എന്നുള്ള ആരോപണങ്ങൾ നടത്തിക്കൊണ്ട് മാറ്റി നിർത്തിയിരുന്ന ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തുകൊണ്ട് നമ്മുടെ BDS ഗവൺമെൻറ് മാതൃക ആയിരിക്കുകയാണ്. എന്താണേലും അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ആശ്വാസമാണ്. തിരിച്ച് ഉദ്യോഗത്തിൽ പ്രവേശിച്ചുകൊണ്ട് അവർ സർവീസിലിരുന്നു കൊണ്ട് ഈ കള്ളത്തരത്തിൻ്റെയും കൊള്ളയുടെയും ഉദ്യോഗസ്ഥ ലോബികളിലും ബ്യൂറോക്രാറ്റുകളും നടത്തിയിരിക്കുന്ന അഴിമതികളും കണ്ടുപിടിക്കുന്ന കീ പോസ്റ്റിൽ അവരെ BDS ഗവൺമെൻറ് ഇരുത്തിക്കൊണ്ട് കേരളത്തിനും രാജ്യത്തിനും തന്നെ ഒരു മാതൃകയായിട്ടുള്ളൊരു ഉത്തരവാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അത് മുഖ്യമന്ത്രി ഒപ്പുവെച്ചിരിക്കുന്നു. ഉടൻ തന്നെ ഉത്തരവ് പുറത്തിറങ്ങി അവർ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കും. ഇങ്ങനെ ഓരോരോ ജനോപകാരപ്രദമായ തീരുമാനങ്ങൾ കൊണ്ട് നമ്മുടെ BDS ഗവൺമെൻറ് VD സതീശൻ സാർ ഞെട്ടിക്കുകയാണ്. അങ്ങനെ തന്നെ നടക്കട്ടെ. എല്ലാ കൊള്ളക്കാരെയും അഴിമതിക്കാരെയും പൊതുജനങ്ങളുടെ പണം കൊള്ളയടിച്ചവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഈ ഉദ്യോഗസ്ഥന്മാരും അതേപോലെ ഉദ്യോഗസ്ഥ ബന്ധങ്ങളെ റീഷഫിൾ ചെയ്തുകൊണ്ട് രാജീവ് നാരായണസ്വാമിയെ പോലെയുള്ള നല്ല ഉദ്യോഗസ്ഥരെയൊക്കെ വീണ്ടും നല്ല കീ പോസ്റ്റുകളിൽ ഇരുത്തിക്കൊണ്ട് കേരളത്തിലെ ഒരു മാതൃകാഭരണം ഉണ്ടാവും. അങ്ങനെ കേരള ജനതയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കും. പുരോഗമനത്തിൻ്റെ കാര്യത്തിലും സൽഭരണത്തിൻ്റെ കാര്യത്തിലും ഇന്ന് നമുക്ക് വിചാരിക്കാം. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ ചട്ടവിരുദ്ധമായ പ്രവൃത്തികളും നിയമവിരുദ്ധമായ പ്രവൃത്തികളും പൊതുജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നതിൽ വളരെ പ്രധാന പങ്കുവഹിച്ച 2 IAS ഓഫീസർമാരാണ് പ്രശാന്ത് സാറും അശോകൻ സാറും. ഇവർ പൊതുജനങ്ങളോട് തുറന്നു പറഞ്ഞതും മീഡിയനോട് തുറന്നു പറഞ്ഞതും ജനങ്ങൾ വിശ്വസിച്ചു. സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാർ പറയുന്നത് പ്രസംഗിക്കുന്നുവെന്നും അത്രയധികം ആൾക്കാർ വിശ്വസിക്കുകയില്ല. ഈ 2 ഉദ്യോഗസ്ഥന്മാർ UDF ഗവൺമെൻറ്റിന് വേണ്ടി ധാരാളം അവരുടെ പ്രവൃത്തിയും അവരുടെ സംസാരവും ധാരാളം വോട്ട് ലഭിക്കുന്നതിന് UDF ഗവൺമെൻറ്റിന് ലഭിക്കുന്നതിന് കാരണഭൂതമായി. അതോടൊപ്പം തന്നെ അവർക്ക് സത്യം വിളിച്ചു പറഞ്ഞതിലുള്ള അല്ലെങ്കിൽ പൊതുജനങ്ങളെ യഥാർത്ഥം പറഞ്ഞ് അറിയിച്ചതിലുള്ള ഉള്ള ദുരനുഭവങ്ങൾ ധാരാളം സസ്പെൻഷൻ അവർക്കുണ്ടായി. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി സത്യം ജയിച്ചു എന്നതിനുള്ള ഒരു തെളിവും കൂടിയാണ് ഈ തിരിച്ച് സർവീസിലേക്കുള്ള അവരുടെ തിരിച്ചുവരവ്. എങ്ങനെയാണെങ്കിലും ഇത് BDS ഗവൺമെൻറ്റിന് ഒരു പൊൻതൂവലാണ്. ജനങ്ങൾക്ക് ഒന്നും കൂടെ വിശ്വാസമായിരിക്കുന്നു. കിഫ്ബി പോലുള്ള പ്രവർത്തനങ്ങളെ ഗവൺമെൻറ് യഥാവിധം അന്വേഷിക്കുകയും ഓഡിറ്റ് ചെയ്ത് കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യും. അബ്രഹാമിനെ പോലെ അത് ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാർ കള്ളത്തരങ്ങളോ ചട്ടവിരുദ്ധമോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നീതിയുടെ മുമ്പിൽ കൊണ്ടുവരുമെന്ന് കരുതുന്നു. അങ്ങനെ ജനങ്ങൾക്ക് ഒന്നും കൂടെ BDS ഗവൺമെൻറ്റിൽ ഒരു വിശ്വാസമായി ഈ ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തതിൽ നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്